കപ്ലങ്ങ കൊണ്ട് എരിശ്ശേരി ഉണ്ടാക്കുന്ന വിധമാണ് കാണിക്കുന്നത്. ഇതിനായി നല്ല വിളഞ്ഞ ഒരു കപ്ലങ്ങ, കുറച്ച് ചെനച്ച മാതിരിയുള്ള കപ്ലങ്ങയായിരിക്കും ഇതിന് നല്ലത്. ഒരു ചെറിയ മധുരം വരുന്നത് പോലെ. ഇതിന് തൊലിയെല്ലാം കളഞ്ഞ് കുരുവെല്ലാം കളഞ്ഞ് ചെറിയ പീസുകളാക്കി മുറിക്കാം. ഈ കഷ്ണങ്ങൾ ഒരു കുക്കറിലേക്കിട്ട് അതിൽ 1 കപ്പ് വെള്ളം ഒഴിക്കാം. കപ്ലങ്ങ നികക്കെ വേണ്ട, ഒരു 1/4 ഭാഗം വെള്ളം മതി. ഒരു ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് ഒന്ന് നന്നായി ഇളക്കി വയ്ക്കാം. ഒരു 3 വിസിൽ വരുന്നത് വരേക്കും നമുക്ക് ഇത് തിളപ്പിക്കാം. പപ്പായ നന്നായി വെന്തുടയണം. അതിനിടയിൽ ഒരു മിക്സിയിൽ 3 ചുവന്നുള്ളി, 3 പച്ചമുളക്, 4-5 വെളുത്തുള്ളി, 1/4 ടീസ്പൂൺ ജീരകം, 1 കപ്പ് ചിരകിയ തേങ്ങ, ഇതെല്ലാം ഇട്ട് നന്നായി അരച്ചെടുക്കാം. കുറച്ച് വെള്ളം ചേർക്കാവുന്നതാണ്. പ്രഷർ റിലീസായതിനു ശേഷം കുക്കർ തുറന്ന് ആ കപ്ലങ്ങ നന്നായി ഒന്ന് തവി വെച്ച് തന്നെ ഉടച്ചെടുക്കാം. ഇതുപോലെ നന്നായി ഉടച്ചെടുക്കാം. ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. അല്പം വെള്ളം കൂടി ചേർക്കാവുന്നതാണ്. ഉപ്പ് നോക്കി ഇനിയും ഇടണമെങ്കിൽ അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിനെ കുറച്ചു നേരം തിളയ്ക്കാൻ വിടാം. വെള്ളമൊക്കെ ഒന്ന് വറ്റി നന്നായി ഒന്ന് കുറുകി വരുന്ന പാകമാകുമ്പോൾ ഓഫ് ചെയ്യാം. ഈ ഒരു പാകത്തിനത് നമുക്ക് ഓഫ് ചെയ്യാം. പാൻ ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിച്ച് 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. 2 ചുവന്നുള്ളി അരിഞ്ഞതും 1 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയതും ഇട്ട് നന്നായി മൂപ്പിച്ചെടുക്കാം. കുറച്ച് കറിവേപ്പിലയും ചേർക്കാവുന്നതാണ്. ചുവക്കെ മൂക്കട്ടെ. അതിനുശേഷം നമുക്ക് ആ കപ്ലങ്ങ എരിശ്ശേരിയിലേക്ക് ഈ വറുത്ത് വെച്ചിരിക്കുന്നതും കൂടെ ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ആ തേങ്ങ വറുത്തതിൻ്റെയൊക്കെ മണം വരുമ്പോൾ കറിക്ക് നല്ലൊരു സ്വാദ് കിട്ടും.
ഇപ്പോൾ നമ്മുടെ കപ്ലങ്ങ എരിശ്ശേരി അല്ലെങ്കിൽ പപ്പായ എരിശ്ശേരി റെഡി ആയിട്ടുണ്ട്. സെർവിങ് ബൗളിലേക്ക് വിളമ്പി വെക്കാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.